ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു റോയൽ ഫലൂഡയാണ്. ഈ വേനൽക്കാലത്ത് വിശപ്പിനും ദാഹത്തിനും ഒരു ആശ്വാസമാണ് ഈ ഫലൂഡ. ഈ ഫലൂഡ എങ്ങനെ തയ്യാറാക്കാമെന്ന് വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാം. വരൂ പോകാം വീഡിയോയിലേക്ക്. ഫലൂഡ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായി ജെല്ലി തയ്യാറാക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്ട്രോബെറി ജെല്ലി ക്രിസ്റ്റൽസ് ആണ്. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ജെല്ലി ഉണ്ടാക്കുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് അതിൻ്റെ പാക്കറ്റിൻ്റെ പിൻഭാഗത്ത് തന്നെ ഉണ്ടാവും. അതനുസരിച്ച് ഫോളോ ചെയ്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 500 ml ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ജെല്ലി ക്രിസ്റ്റൽസ് അലിയുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ജെല്ലി സെറ്റാകുന്നതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ജെല്ലി ഒന്ന് സെറ്റായി വരുന്നതിന് ഏകദേശം 45 മിനിറ്റ് എടുക്കും. ആ സമയത്തിനുള്ളിൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. അടുത്തതായി നമുക്ക് റോസ് മിൽക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായി 250 ml പാല് തിളപ്പിച്ചെടുക്കാം. തിളപ്പിക്കാനായി വെച്ച പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാല് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ തണുപ്പിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ചൂടാക്കി തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. റോസ് സിറപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റോസ് മിൽക്ക് തണുപ്പിക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫലൂഡ സേവ് വേവിക്കുന്നതിനായിട്ട് ഞാൻ 2 കപ്പ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ഫലൂഡ സേവ് ഇട്ട് കൊടുക്കാം. ഫലൂഡ സേവ് ഇല്ലെങ്കിൽ വെർമസെല്ലി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഫലൂഡ സേവ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പ് വെച്ച് നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാം. അരിപ്പ് വെച്ച് ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം. വെള്ളം ഊറ്റിയെടുത്ത ഫലൂഡ സേവ് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഫലൂഡ സെർവ് ചെയ്യുന്ന ഗ്ലാസ് നമുക്ക് ആദ്യം കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഫലൂഡ സെർവ് ചെയ്യുന്നതിനുള്ള ഗ്ലാസ് റോസ് സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫലൂഡ സെറ്റ് ചെയ്തെടുക്കാം. ആദ്യമായി നമുക്ക് സ്ട്രോബെറി ജെല്ലി ഇട്ട് കൊടുക്കാം ഗ്ലാസ്സിലേക്ക്. അടുത്തതായി ഫലൂഡ സേവ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബദാമും കാഷ്യൂനട്ടും ചെറുതായി അരിഞ്ഞതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്.
ആപ്പിൾ ഇട്ട് കൊടുക്കാം. അതും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് എത്രയും ചെറിയ കഷ്ണങ്ങളാക്കാൻ പറ്റുമോ അത്രയും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിടുക. ഇനി അടുത്തതായിട്ട് വീണ്ടും നമുക്ക് ജെല്ലി ഇട്ട് കൊടുക്കാം. ഫലൂഡ സേവ്. റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. സബ്ജ സീഡ്സ്, ആപ്പിൾ, പഴം, ഡ്രൈ ഫ്രൂട്ട്സ്, റോസ് മിൽക്ക്, ഐസ്ക്രീം വെച്ച് കൊടുക്കാം. ട്യൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ചെറി വെച്ച് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായ ഫലൂഡ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.